ഹലോ ഗൈസ്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ? ഓരോ യാത്രകളും ഓരോ ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ടാവും. ഓരോ യാത്രകളും ഓരോ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോൾ യാത്രകളിലൂടെ പലതും നേടാനും സാധിക്കുന്നുണ്ടാവും. നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും വേദനകളും മാറാനും യാത്രകൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും വാട്ടർ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് പുല്ലുമലയിലാണ്. ഏതാണ്ട് കണ്ണൂരിൽ നിന്നും വയനാട് പോകുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ പ്ലേസ് ഉള്ളത്. അപ്പോൾ ഒരു ഹിഡൻ പ്ലേസ് ആണ്. അങ്ങനെ വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. പക്ഷേ എന്താ പറയാ, ഒരു അസാധ്യ വ്യൂ ആണ്. നല്ല കിടിലൻ വ്യൂ ഒക്കെയാണ്. ഇച്ചിരി അഡ്വഞ്ചറൊക്കെ നിറഞ്ഞ ട്രിപ്പായിരിക്കും. കാരണം അങ്ങ് എത്തിപ്പിടിക്കാൻ ഇച്ചിരി കഷ്ടപ്പെടാനുണ്ട്. ചെറിയ റോഡുകളാണ്. ഒരു ഗ്രാമപ്രദേശത്താണ് ഉണ്ടാവുക. ഒരു വലിയൊരു മലയാണ്. അവിടുന്ന് നോക്കിയാൽ ഏതാണ്ട് നമുക്ക് എന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്നൊക്കെ നോക്കിയ പോലെ ചെറിയ കടുമണി പോലെയുള്ള കാഴ്ചകളായിരിക്കും താഴെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എൻജോയ് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് നെടുമ്പുയിൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണിലാണ്. അവിടെ നിന്ന് 2 റോഡ് ഉണ്ടാവും. ഒന്ന് വയനാട് റോഡും ഉണ്ടാവും. 2 കൊട്ടിയൂർ ടെമ്പിളിലൊക്കെ പോകാനുള്ള ഒരു റോഡും ഉണ്ടാവും. അതായത് ലെഫ്റ്റ് സൈഡ് കൊട്ടിയൂർ ടെമ്പിളിലേക്ക് പോകാനുള്ളതാണ്. റൈറ്റ് സൈഡിലുള്ളതാണ് നമുക്ക് പോകാനുള്ള റോഡ്, അതായത് വയനാട് റോഡ്. അപ്പോൾ നമ്മൾ നേരെ അതിലൂടെയാണ് പോകുന്നത്. ഗൈസ്, വയനാട് റോഡ് അങ്ങ് കയറി കഴിയുമ്പോൾ തന്നെ വല്ലാതെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു എയറിൽ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. 2 സൈഡിലും മരങ്ങളൊക്കെ തിങ്ങിക്കൂടി നിന്നിട്ട് എന്തോ ഒരു കിടിലൻ വൈബാണ്. വയനാട് ഭാഗം പൊതുവേ ഒരു തണുപ്പുള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ ആ ഒരു തണുപ്പ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടുന്നേ കിട്ടുന്നുണ്ട്, ഇവിടെ മുതലേ കിട്ടുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട്, ഈ ഒരു കാണുന്ന ഒരു ലെഫ്റ്റ് റോഡുണ്ട്, ചെറിയ റോഡ്, അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതായത് ഈ ഒരു ടേണിങ് നേരെ പോകുന്നത് വയനാട് റോഡാണ്. നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത്, നമുക്ക് നേരെ മുകളിലോട്ടാണ് പോകേണ്ടത്. ഇത് വയനാട് റോഡാണ്. നമുക്ക് നേരെ നമ്മളിപ്പോൾ വന്ന വഴിയാണത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെ മുകളിലോട്ടുള്ള വഴിയാണ്. അങ്ങോട്ട് പോകുന്നതിന് കിടിലൻ കാഴ്ചകളാണുള്ളത്. 1-2 സ്ഥലങ്ങളുണ്ട് നല്ല കിടിലൻ സ്പോട്ടുള്ളത്, നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണിച്ചു തരാൻ പോകുന്ന പോക്കിൽ. ഈ കാണുന്ന ഒരു മലയുടെ അപ്പുറത്തായിരിക്കണം ഗൈസ് വയനാട് ജില്ല. നമ്മൾ നേരെ എന്താ പറയുക, അതാ ഈ ഒരു സൈഡിൽ നിന്നാണ് വന്നത്. ഈ ഒരു മലയുടെ ഒക്കെ ഉള്ളിലൂടെയാണ് നമ്മൾ വന്നത്. സൂക്ഷിച്ച് നോക്കിയ ചെറിയൊരു ഇതൊക്കെ റോഡൊക്കെ കാണാം. നമ്മൾ വന്ന സൂം ചെയ്താൽ കാണുമോയെന്ന് അറിയത്തില്ല. ചെറിയൊരു റോഡൊക്കെ ഉണ്ടാകും നമ്മൾ വന്ന റോഡ്. അപ്പോൾ
നല്ല കാഴ്ചകളാണ്. ഇവിടെ തന്നെ നല്ല കാഴ്ചകളാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് കിടിലൻ കാഴ്ചകളുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ചെറിയ റോഡാണ്. ചെറിയൊരു എനിക്ക് തോന്നുന്നു ചെറിയൊരു ഗ്രാമമാണിത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ രാവിലെ എന്താ പറയാ ഈ ഏത് ക്ലൈമറ്റാണ് ഇപ്പോൾ ചൂട് ടൈമിലാണെങ്കിലും ഇവിടെ ഒരു തണുപ്പ് തന്നെ ഉണ്ടാവുക. ഈ കോടയൊക്കെ മൂടി കിടിലൻ വൈബ് തന്നെയായിരിക്കും. ഗൈസ് റോഡ് കണ്ടോ? രണ്ട് സൈഡിലും പുല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ? ഇവിടെ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന ആ ഒരു റോഡില്ലേ, ആ റോഡിൽ അതായത് ആ മല മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് നമ്മളിപ്പോൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപാട് തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷ്വൽ നമുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്കൊരു ചെറിയൊരു ജംഗ്ഷൻ കാണാം. അവിടെ ഒരു കുരിശ് ഉണ്ടാവും ഒരു റോഡ് സൈഡ് തന്നെ. അവിടുന്ന് ആ ഒരു കുരിശിന് തൊട്ടിപ്പുറത്ത് ഒരു റൈറ്റ് സൈഡിലൊരു റോഡ് ഉണ്ടാവും. ആ റോഡ് നേരെ കീഞ്ഞ് വന്നാൽ നമുക്കിതാ ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഫാമാണ് കാണുന്നില്ല, ഒരു അവിടെയൊക്കെ ഫുൾ ഫോറസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴിയുണ്ട്, നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും അതാദ്യം. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടുന്ന് ഈ ഒരു റോഡും നമുക്കൊരു 2-3 കിലോമീറ്റർ പോകാനുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത റോഡാണ്, ഓഫ് റോഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ 6 മണിക്ക് ശേഷം വന്യജീവികളൊക്കെ ഇറങ്ങുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കണം, അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു കുളം. വളരെ ചെറിയ റോഡാണ്, ഒരു കാറ് പോകാൻ പറ്റും. പക്ഷെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പണിപാളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 2 സൈഡും കാടാണ്, അതിൻ്റെ നടുക്ക് കൂടിയാണ് റോഡ്. പേടിയൊക്കെ ആവുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും നമ്മുടെ ആ പ്ലേസിലോട്ട്. എന്തായാലും നോക്കാം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം.
ഗൈസ് നമ്മുടെ പ്ലേസ് ഇതായി എത്തിക്കഴിഞ്ഞു. അതാ കാണുന്ന ഒരു പോസ്റ്റിൻ്റെ അടുത്താണ് നല്ലൊരു വ്യൂ ഉണ്ടാവാന്ന് പറഞ്ഞ്. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, പൊളി സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ കട്ടുകുമണി പോലെയാണ് പിന്നെ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ, അതുപോലെ തന്നെയാണ്. വാവ് അമേസിങ് മാർവലസ്, പൊളിയാണ് ഗൈസ്, പൊളിയാണ്. നമ്മളെന്തായാലും ഇത്രയും ദൂരം വന്നതിന് നമുക്ക് കാണാനുണ്ട്, കിടിലൻ കാഴ്ചയാണ്. ഇനി നമുക്കിതിന് നേരെ മുകളിലോട്ട് പോകാനുണ്ട്. മുകളിൽ കയറിയാൽ, അതായത് ഇതാണ് ശരിക്കും പുല്ലുമല എന്ന് പറയുന്നത്, കാരണം മുകളിൽ മൊത്തം പുല്ലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നേരത്തെ കാണിച്ച ആ റോഡിൽ നിന്ന് നമ്മൾ നേരെ കയറിയിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മുകളിലോട്ട് പോകണം. അപ്പോൾ നമ്മളിതാ മുകളിലോട്ട് പോകാൻ നിൽക്കുകയാണ്. വഴിയൊന്നുമില്ല ഗായ്സ്, നമ്മൾ വഴി ഉണ്ടാക്കേണ്ടി വരും. നല്ല കഷ്ടപ്പാടുണ്ട്, കാരണം പുല്ലായതുകൊണ്ട് ചിലപ്പോൾ കയറുമ്പോൾ ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അടിപൊളി നല്ല രസമുണ്ട് ഗായ്സ് കാണാൻ. കുഴപ്പമൊന്നുമില്ല ഗൈസ്, നല്ലൊരു അഡ്വഞ്ചറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, കാടും മലയൊക്കെ കയറിയിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. മല ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാണ് ഗൈസ്. കിടിലൻ വ്യൂ. ഇതിലൂടെ നടക്കുമ്പോൾ ഒക്കെ നോക്കിയിട്ട് നടക്കണം ഗൈസ്, കാരണം ബിയറിൻ്റെ കുപ്പിയൊക്കെ ഇട്ടിട്ട് അത് ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാലൊക്കെ തറിക്കും. ഇവിടെ വരുന്നവർ സൂക്ഷിച്ചൊക്കെ നടക്കുക. ഇതിന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല ഗൈസ്. അതായത് ഈ പുല്ല് മലയുടെ ഏറ്റവും മുകളിലെത്താൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൂടെ പോകണം. കണ്ടോ, ഒരു ചെറിയൊരു ഇത് കണ്ടോ, അതിനുള്ളിലൂടെ പോകണം. മിക്കവാറും പാമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളൊക്കെ നമ്മളിപ്പോൾ സീനാവും, ഇപ്പോൾ പണിപാളും. എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എൻ്റെ ഗൈസ് നല്ല പേടിയുണ്ട്, കാരണം ഒന്നും തിരിയുന്നില്ല. എവിടുന്നാണോ വന്നത്, എവിടത്തേക്കാണോ പോകേണ്ടത് ഒന്നും തിരിയുന്നില്ല. ചുറ്റും പുല്ലാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു മൂവിയിലത്തെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സുരാജ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, എടാ സോമ പതിയെ ഓർഡറായി, എനിക്ക് ദേശത്തെ വഴിയറിയില്ല എന്നൊരു ഡയലോഗില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം എന്തെങ്കിലും ജീവികളൊക്കെ മുന്നോട്ട് ചാടിയിട്ടുണ്ട്, ഇപ്പം കണ്ടം വഴി ഓടേണ്ടി വരും. ഒന്നും തിരിയുന്നില്ല ഗൈസ്. എവിടാണോ ഇപ്പോൾ, എവിടത്തേക്കാണോ പോകേണ്ടത് ഒന്നും തിരിയുന്നില്ല. എന്തായാലും നമ്മൾ തോറ്റ് പിന്മാറുകയാണ്, കാരണം ഇനി മുന്നോട്ട് പോകൽ റിസ്ക് ആണെന്ന് തോന്നുന്നു. ഗൈസ് വേണ്ട ഗൈസ്, നമ്മളെ പോകുന്നില്ല. നമുക്ക് നല്ല പേടിയുണ്ട്, കാരണം ഒന്നും തിരിയുന്നില്ല, ആരുമില്ല, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. വേറൊരു ബൈക്കൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അവരെ കാണുന്നില്ല. നമ്മൾ അവിടെ വന്നപ്പോൾ 2 പേര് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു, പിന്നെ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും അവിടെ നിന്ന് തിരിച്ചിങ്ങ് വന്നു, കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. ഒന്നുമില്ല, അതായത് അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് പുല്ലാണ്, ഒന്നും കാണുന്നില്ല. കൂടെയുള്ള ചങ്ങാതിനെ വരെ ഇങ്ങനെ തപ്പി നോക്കിയിട്ടാണ് കണ്ടത്. നമ്മൾ പേടിച്ചിട്ട് പോയിട്ടില്ല മുകളിലോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ. എങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോവാം, പക്ഷേ റിസ്ക് എടുക്കേണ്ടി വരും, കാരണം പാമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സീനാവും. ഇവിടത്തേക്ക് ആംബുലൻസ് വരെ വിളിച്ചാൽ വരത്തില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കിടിലൻ കാഴ്ചയാണ്. എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ആകത്തില്ല, ഫാമിലി കൊണ്ടൊക്കെ വരാം. ഇത്രയൊക്കെയാണ് ഗൈസ് പുല്ലുമലയിലെ വിശേഷങ്ങൾ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ഹിഡൻ പ്ലേസസ് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.